ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റാണ്. അതിലെ ആദ്യത്തെ ലെസൺ ഒരു ബാല ഏകാംഗ നാടകമാണ്. ലെസൻ്റെ പേര് സെറൂരി ഖുറാക്ക്. എഴുതിയിരിക്കുന്നത് ബൽറാം അഗ്രവാൾ. സെറൂരി ഖുറാക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യമായ ഒരു ഡോസ്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ സാധിക്കും. കുറച്ച് കുട്ടികൾ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, അല്ലേ? പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെൻ്റ് ഉണ്ടാവും, അല്ലേ? നിങ്ങൾ കേൾക്കാറില്ലേ? പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് പ്രോഗ്രാം ആയാലും അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിക്കാറുണ്ട്, അല്ലേ? ഇവിടെയും ഒരു പെൺകുട്ടി അനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് അനൗൺസ് ചെയ്യുന്നത്? പ്രിയ ദർശകോ, कक्षा 7B द्वारा प्रस्तुत लिया जा रहा है बलराम अग्रवाल का बाल एकांगी സെറൂരി ഖുറാക്ക്. പ്രിയ ദർശകോ, പ്രിയപ്പെട്ട കാണികളെ, കക്ഷ 7B, കക്ഷ എന്ന് വെച്ചാൽ ക്ലാസ്, 7 7, കക്ഷ 7B ദ്വാര ക്ലാസ് 7th ബിയിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന പ്രസ്തുതകർ ലിയാ ജാ റഹാ ഹെ അവതരിപ്പിക്കുന്നു ബൽറാം അഗ്രവാൾ കാ, ബൽറാം അഗ്രവാളിൻ്റെ ബാല ഏകാംഗ നാടകം സെറൂരി ഖുറാക്ക്. പ്രിയപ്പെട്ട കാണികളെ, ക്ലാസ് 7Bയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു ബൽറാം അഗ്രവാളിൻ്റെ ബാല ഏകാംഗ നാടകം സെറൂരി ഖുറാക്ക്. ഇവിടെ നെക്സ്റ്റ് പേജിൽ ഒരു ചിത്രം കാണാം, അല്ലേ? ചിത്രമേ ക്യാ ക്യാ ഹോ റഹാ ഹെ. ചിത്രത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ നടക്കുന്നത്? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, സോഫയിലിരുന്നുകൊണ്ട്. വേറൊരു ആൺകുട്ടി റിമോട്ട് എടുക്കാൻ നോക്കുന്നു, അല്ലേ? ആപ്കോ കോൺസാ കാര്യക്രം പസന്ത് ഹെ. നിങ്ങൾക്ക് എന്ത് കാര്യക്രമമാണ്, എന്ത് കാര്യക്രം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം, എന്ത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് TV-യിലെ ഏത് പ്രോഗ്രാമാണ് ഇഷ്ടമുള്ളതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡിസ്കവറി ചാനലായിരിക്കാം, ചില ആൾക്കാർക്ക് കാർട്ടൂൺ ആയിരിക്കാം, ചില ആൾക്കാർക്ക് സ്പോർട്സ് ആയിരിക്കാം, സീരിയൽ ആയിരിക്കാം, സിനിമ ആയിരിക്കാം. ഇങ്ങനെ പല പല പ്രോഗ്രാംസ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളെയാണ് പറയുന്നത്. അതായത് നാടകമാണ്, അപ്പോൾ കഥാപാത്രങ്ങൾ. ലഡ്ക ഏക്ക്, ഒന്നാമത്തെ ആൺകുട്ടി. ഹിന്ദി സമാചാർ പത്ര ഏക്ക് തഥാ അങ്കിത്. ഹിന്ദി ന്യൂസ് പേപ്പർ 1 ആയിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഹിന്ദി ന്യൂസ് പേപ്പറിലെ കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഹിന്ദി ന്യൂസ് പേപ്പർ 1ൻ്റെ രൂപത്തിലാണ് ലഡ്ക ഏക്ക് വരുന്നത്. അവൻ്റെ പേര് അങ്കിത്. ലഡ്കി ഏക്ക് ഹിന്ദി സമാചാർ പത്ര 2 തഥാ ശിവാനി. ഹിന്ദി സമാചാർ പത്ര 2 ആണ് ലഡ്കി ഏക്ക് വായിക്കുന്നത്. ഹിന്ദി സമാചാർ പത്ര 2, ഹിന്ദി ന്യൂസ് പേപ്പർ 2ൻ്റെ രൂപത്തിലാണ് ശിവാനി വരുന്നത്. ലഡ്ക 2 അംഗ്രേസി സമാചാർ പത്ര, അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ രൂപത്തിലാണ് ലഡ്ക 2 വരുന്നത്. അതിൻ്റെ പേര് ശുഭം. ലഡ്കി 2 രണ്ടാമത്തെ പെൺകുട്ടി. ടെലിവിഷൻ സമാചാർ വാചിക, അതായത് TV ന്യൂസ് റീഡർ, TV-യിൽ ന്യൂസ് വായിക്കുന്നത്. ടെലിവിഷൻ വാർത്താ വായനക്കാരി. പിന്നെ മമ്മി, പപ്പ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ആരൊക്കെയാണ്? അങ്കിത്, ശിവാനി, ശുഭം, മമ്മി, പപ്പ, അല്ലേ? ഇതിൽ അടുത്ത വായിക്കാം. घर के ड्राइंग रूम में बैठी अंकित और शिवानी टेलीविजन में कोई कार्यक्रम देख रहे हैं. बाहर से शुभम आता है और मेज पर से रिमोट उठाकर टेलीविजन का चैनल बदलने लगता है. अंकित और शिवानी उस पर चिल्ला उठते हैं. घर के ड्राइंग रूम में बैठे, വീട്ടിലെ ഡ്രോയിങ് റൂമിൽ ഇരുന്നു കൊണ്ട് അങ്കിതും ശിവാനിയും ടെലിവിഷനിൽ कोई कार्यक्रम देख रहे हैं, എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാഹർ സെ, പുറത്തു നിന്ന്, ശുഭം ആത്താ ഹെ, പുറത്തു നിന്ന് ശുഭം കടന്നു വരുന്നു. അവർ മേസ് പർ സെ, മേശയുടെ മേലിൽ നിന്ന് റിമോട്ട് എടുത്തിട്ട് ടെലിവിഷൻ്റെ ചാനൽ ബദൽനെ ലഗ്താ ഹെ, മാറ്റാൻ തുടങ്ങുന്നു. അങ്കിത് ഔർ ശിവാനി ഉസ് പർ ചില്ലാ ഉഠ്തേ ഹെ. ഇത് കണ്ടപ്പോൾ അങ്കിതും ശിവാനിക്കും എന്ത് വന്നു? ദേഷ്യം വന്നു. ചില്ലാ ഉഠ്തേ ഹെ, അവൻ്റെ അടുത്ത് ബഹളം വെക്കുന്നു. ചില്ലാ ഉഠന എന്ന് പറഞ്ഞാൽ ടു ഷൗട്ടാണ്, അതായത് ബഹളം വെക്കുക. അവൻ്റെ നേരെ ബഹളം വെച്ചു. അങ്കിത് ഔർ ശിവാനി ഏക് സാത്ത് ചീഖ്തേ ഹെ. അങ്കിതും ശിവാനിയും
ഒരുമിച്ച് ചീക്തേ ഹേ ബഹളം വെച്ചു, ദേഷ്യപ്പെട്ടു. ശുഭം എന്താ പറഞ്ഞത്? ശുഭം എന്ന് ദേഷ്യത്തിൽ വിളിച്ചു. അപ്പോൾ ശുഭം ക്യാ ഹുവാ എന്തു പറ്റിയെന്ന് ചോദിച്ചു. ശിവാനി ഹുവാ തേരാ സിർ എന്താ പറ്റിയത്? ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിന്റെ തല എന്ന് പറഞ്ഞു. ഹം ദോ ലോഗ് ജബ് പഹലെ സെ ഹി ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹേ തോ തു ചാനൽ ക്യോं ബദൽ രഹാ ഹേ? ഹം ദോ ലോഗ് ഞങ്ങൾ രണ്ടുപേരും ജബ് പഹലെ സെ ഹി ആദ്യം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ നീ വരുന്നതിന് മുമ്പേ തൊട്ടേ ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹേ ടോം ആൻഡ് ജെറി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്താ ചെയ്തത്? തു ചാനൽ ക്യോं ബദൽ രഹാ ഹേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാണ് ചാനല് മാറ്റാൻ തുടങ്ങുന്നത്? ശുഭം പറയാണ് അപ്പോൾ इसलिए कि तुम लोगों को कभी कभी ये भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहा है. എന്താ പറഞ്ഞത്? इसलिए कि എന്തിനാണെന്നാൽ തും ലോഗോं को कभी कभी ये भी जान लेना चाहिए നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഇതും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ജാൻ ലേന എന്ന് പറഞ്ഞാൽ അറിയുക, അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. എന്താണ്? ബാക്കി ദുനിയാമേ ക്യാ ക്യാ ഹോ റഹാ ഹേ ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, വേൾഡ്. അതായത് നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, നല്ലതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ മാറ്റിയത്. इसलिए कि तुम लोगों को कभी कभी ये भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहा है. നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഇതും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ്? നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടെന്ന്, എന്തൊക്കെ നടക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ചാനൽ മാറ്റുന്നതെന്ന്. അങ്കിത് ഉൻ സബ്കെ ലിയെ തൂ തോ ഹെ നാ മേരാ ഭായി എന്താ പറഞ്ഞത്? അവയ്ക്കൊക്കെ വേണ്ടി നീ ഇല്ലേ എൻ്റെ സഹോദര. തൂ അഖ്ബാർ പഠിക്കർ ഹമേ ബതാ ദിയാക്കർ നീ അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഹമേ ബതാ ദിയാക്കർ നമുക്ക് പറഞ്ഞു തന്നാൽ മതി. ശിവാനി ശിവാനി അപ്പോൾ പറയാണ് അതെ അത് ശരിയാണ്, അങ്കിത് പറഞ്ഞത് ശരിയാണ്, നീ ന്യൂസ് പേപ്പർ വായിച്ച് നമുക്ക് പറഞ്ഞു തന്നാൽ മതി. അവർ അബ് അച്ഛേ ബച്ചേക്ക് തര ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് ടോം ആൻഡ് ജെറി ലഗാതെ ടോം ആൻഡ് ജെറി വെക്കെ യാ റിമോട്ട് ഹമേ പകട അവർ ബാഹർ കാ രാസ്ത നാപ്പ്. നല്ല കുട്ടിയായിട്ട് ടോം ആൻഡ് ജെറി ലഗാതെ ടോം ആൻഡ് ജെറി വെക്കെ അല്ലെങ്കിൽ റിമോട്ട് ഹമേ പകട റിമോട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് ബാഹർ കാ രാസ്ത നാപ്പ് എന്താ പറഞ്ഞത്? പുറത്തേക്ക് പോയിക്കോളൂന്ന്. ബാഹർ കാ രാസ്ത നാപ്പ് നീ പുറത്തേക്ക് പോകൂ, എൻ്റെ വഴിക്ക് നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശുഭം കഭി കഭി ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസരെ ചാനൽ ബി ദേഖ്തേ രഹ്നാ ചാഹിയേ. ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് അല്ലെങ്കിൽ ഡിസ്കവറി അല്ലെങ്കിൽ ദൂസരെ ചാനൽ വേറെ ഏതെങ്കിലും ചാനൽ ദേഖ്തേ രഹ്നാ ചാഹിയേ കാണുന്നത് നല്ലതാണ്. നിങ്ങൾ എപ്പോഴും ഈ ടോം ആൻഡ് ജെറി മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ വേറെ ഏതെങ്കിലും ചാനലും കാണുന്നത് നല്ലതാണ്. അപ്പം അങ്കിത് ദൂസരെ ചാനൽ മൈ ഫുഡ് എന്താ പറഞ്ഞത്? ദൂസരെ ചാനൽ വേറെ ചാനലോ? മൈ ഫുഡ് ദേഷ്യത്തോടെ പറയാണ്. ലിഖായി പഠായി സെ തക്കെ മേരെ ദിമാഗ് കോ ടോം ആൻഡ് ജെറി യാ കാർട്ടൂൺ ചാനൽ കെ അലാവ ദൂസരാ കുച്ച് ചാഹിയേ ഹി നഹി. ലിഖായി പഠായി സെ തക്കെ എഴുത്തും വായനയും കൊണ്ട് ക്ഷീണിച്ച, തക്കെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച, മേരെ ദിമാഗ് എന്ന് പറഞ്ഞാൽ ബ്രെയിന്, എഴുത്തും വായനയും കൊണ്ട് ക്ഷീണിച്ച എനിക്ക് ടോം ആൻഡ് ജെറി യാ കാർട്ടൂൺ ചാനൽ കെ അലാവ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ കാർട്ടൂൺ അല്ലാതെ അല്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ അല്ലാതെ ദൂസര കുച്ച് ചാഹിയേ ഹി നഹി വേറെ ഒന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പഠായി ലിഖായി പഠായി സെ തക്കെ മേരെ ദിമാഗ് കോ ടോം ആൻഡ് ജെറി യാ കാർട്ടൂൺ ചാനൽ കെ അലാവ ദൂസര കുച്ച് ചാഹിയേ ഹി നഹി. എഴുതി പഠിച്ച് ക്ഷീണിച്ച എനിക്ക് ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ കാർട്ടൂൺ അല്ലാതെ വേറൊന്നും കാണണ്ട എന്ന് അങ്കിത് പറയുന്നു. ശുഭം यानी कि तुम्हें उस खुराक की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. यानी എന്ന് പറഞ്ഞാൽ അതായത് തുമേ ഉസ് ഖുറാക്ക് കി സറൂരത്ത് ഹെ നിങ്ങൾക്ക് ആ ഡോസിൻ്റെ ആവശ്യമുണ്ട്. ഏത് ഡോസിൻ്റെയാണ്? ജോ പപ്പാനെ കൽ മമ്മിക്കോ പിലായി ഥി ഇന്നലെ പപ്പ മമ്മിക്ക് കൊടുത്ത ആ ഡോസിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. അങ്കിത और शिवानी
ആശ്ചര്യ സേ ഏക് സാത്ത്. അങ്കിതും ശിവാനി ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച്. മമ്മിക്കോ ഖുറാക്ക്? മമ്മിക്ക് ഡോസോ? ശുഭം: ഹാ അതെ, മമ്മിക്ക് ഡോസ് കിട്ടിയിട്ടുണ്ടെന്ന്. ശിവാനി: ഖുൽക്കർ ബതാന. നീ ഒന്ന് തുറന്നു പറയ്. ശുഭം: ഖുൽക്കർ ലോ സുനോ. തുറന്നു പറയണോ? എങ്കിൽ കേട്ടോളൂ എന്ന് പറയുന്നു. ബാക്കി അടുത്ത ദിവസം. ഓക്കെ, താങ്ക് യു.